ഇന്ന് നമുക്കൊരു ഷോപ്പിംഗ് വീഡിയോ ആയാലോ? വീട്ടിൽ നിന്ന് നേരെ ഇറങ്ങിയിട്ട് നമ്മൾ ആദ്യം പോയത് പെരിന്തൽമണ്ണയുടെ സ്വന്തം മാർക്കറ്റ് സിറ്റിക്കാട്ടോ. അവിടെ ആദ്യം നമ്മൾ മാക്സിലാണ് കയറിയത്. അവിടെ നിന്ന് ഒന്നും ഏട്ടന് കിട്ടാത്ത കാരണം നേരെ ലേഡീസ് സെക്ഷനിലേക്ക് വന്നു. ലേഡീസിന്റെ അവിടെ പോയപ്പോൾ എനിക്കും പ്രത്യേകിച്ചൊന്നും കിട്ടിയില്ല. ഒരു ടോപ്പ് ജസ്റ്റ് ട്രയൽ ചെയ്ത് നോക്കി. ഇഷ്ടമാകാത്ത കാരണം അവിടെ തന്നെ വെച്ചിട്ട് നമ്മൾ നേരെ പോയത് സ്റ്റുഡിയോക്കായിരുന്നു. സ്റ്റുഡിയോ പോയത് അതിലും വലിയ അബദ്ധമാണെന്ന് എനിക്ക് തോന്നിപ്പോയിട്ടോ. മൊത്തം വിന്റർ ഡ്രസ്സസ് ഉണ്ടായിരുന്നത്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് കുറെ കാലമായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചതായിരുന്നു ഈ ഒരു ഫ്ലേവേർഡ് യോഗട്ട്. അതും കഴിച്ചു. ഉച്ചയ്ക്ക് നല്ലൊരു അടിപൊളി ബിരിയാണിയും കഴിച്ചിട്ട് പിന്നെ പോയത് നമ്മൾ കല്യാണിക്കായിരുന്നു. അവിടെ ചെന്നപ്പോൾ എനിക്ക് വീഡിയോ എടുക്കേണ്ട മടി കാരണം അവിടുത്തെ വീഡിയോസ് ഒന്നും എടുത്തില്ല കേട്ടോ. അവസാനം ക്രാഫ്റ്റിന്റെ കുറച്ച് ഐറ്റംസ് വാങ്ങാൻ വേണ്ടിയിട്ട് നെസ്റ്റോ പോയി. ഇത്രയൊക്കെ കഴിഞ്ഞ് എത്തിയപ്പോഴേക്കും നൈറ്റ് ആയി തുടങ്ങിയിരുന്നു. നെസ്റ്റോ പോയിട്ട് ഹൈപ്പർ മാർക്കറ്റാണ് ഫസ്റ്റ് കണ്ടത്. അവിടെ ലാസ്റ്റ് കയറാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ നേരെ ക്രാഫ്റ്റിന്റെ സെക്ഷനിലേക്ക് പോയി. കുറച്ചൊക്കെ ഈ നെസ്റ്റോ ഫാഷനിലൊക്കെ നോക്കി ക്രാഫ്റ്റിന്റെ അവിടെ പോയപ്പോൾ അതിലും വലിയ അബദ്ധം. പ്രത്യേകിച്ച് ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് കളർ പെൻസിൽ, കളർ ബുക്ക് ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. എനിക്ക് ആവശ്യമുള്ള കുറച്ച് ഐറ്റംസ് ഞാൻ എടുത്തു. എന്നിട്ട് കുറച്ച് കാഴ്ചകൾ കാണാമെന്ന് വിചാരിച്ച് അവിടുത്തെ ഗിഫ്റ്റ് ഐറ്റംസും കുറച്ച് ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് ഒക്കെ കണ്ടു കേട്ടോ. കാണാൻ മാത്രമേ നിന്നുള്ളൂ. വിലയെല്ലാം നല്ല അടിപൊളിയായിരുന്നു. അതുകൊണ്ട് ഒന്നും വാങ്ങാൻ നിന്നില്ല. നെസ്റ്റോയിലെ കറക്കമൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് അമ്പുടുവിന് ഡ്രസ്സ് എടുക്കാനായിരുന്നു. അവന് ഡ്രസ്സ് എടുക്കാൻ പോയപ്പോൾ എൻ്റെ കണ്ണ് പെട്ടത് ഈ ഒരു ക്യൂട്ട് ഐറ്റംസിലാണ് കേട്ടോ. എനിക്ക് അവിടുന്ന് പോരാനേ തോന്നിയില്ല. ഈ ഒരു കുറുമി ബാഗ് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇതുപോലെ ഒരുപാട് ക്യൂട്ട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടമായതാണ് ഈ ഒരു ടംബ്ലർ കേട്ടോ. നെക്സ്റ്റ് ടൈം പോകുമ്പോൾ ഞാൻ മസ്റ്റ് ആയിട്ട് വാങ്ങുന്ന റേറ്റ് ആയിരിക്കും ഇത് കേട്ടോ. എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി ഫാനിന്റെ ചോട്ടിൽ കിടന്നപ്പോൾ കിട്ടിയ ഒരു സുഖം തന്നെ വേറെ ഒന്നായിരുന്നു.